അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ 5 നിലയുള്ള ഗോപുരം. ഒച്ചപ്പാടും സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ നിഴലുകളില്ലാത്ത ക്ഷേത്രമെന്ന് തഞ്ചാവൂരിനെ തഞ്ചാവൂരാക്കുന്ന തന്നെ ഈ ഒരു ക്ഷേത്രം കേട്ടോ. ഏകദേശം 80 ടണ്ണോളം ഭാരം വരുന്നുണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 8 മണി ആവാനായി. നമ്മൾ പോവുകയാണ് തഞ്ചാവൂരിലെ ബിഗ് ടെമ്പിളിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്നലെ എവിടെയും സ്റ്റേ ചെയ്ത് BG നായിഡു ബേക്കറിയുടെ തൊട്ടടുത്തുള്ള ശ്രീ മുത്തു ലോഡ്ജ്. അടിപൊളി റൂമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ ഏരിയയിലൊക്കെ അല്ലെങ്കിൽ ഈ ഹോട്ടലിലൊക്കെ റൂം എടുക്കാനായിട്ട് ശ്രമിക്കുക, കൊള്ളാം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് തഞ്ചൈ ബിഗ് ടെമ്പിൾ, അതായത് തഞ്ചൈ പെരിയ കോവിൽ രാജരാജേശ്വര ക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്ന തഞ്ചാവൂർ ബിഗ് ടെമ്പിളിലേക്കാണ്. തഞ്ചാവൂരിനെ തഞ്ചാവൂരാക്കുന്ന തന്നെ ഈ ഒരു ക്ഷേത്രം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ഷേത്രമാണ്. ആർക്കിടെക്ചറാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം. ഏകദേശം 8 മണിയായിട്ടുണ്ട്. നമുക്ക് നേരെ വിടാം, സ്ട്രെയിറ്റ് പിടിക്കാം. ഏകദേശം 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. ഇന്നലെ ഇവിടെയൊക്കെ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ചെറിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. പിന്നെ മാത്രമല്ല തഞ്ചാവൂർ സിറ്റി ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ആളും തിരക്കൊന്നും ഇല്ലാത്തൊരു സിറ്റി, ഒരു ശാന്ത സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ദി ചെന്നൈ സിൽക്സ് ആട്ടോ. തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ 2 കിലോമീറ്റർ. ഓ എന്താലേ, നാളെ ബർത്ത്ഡേ ಇದೆ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം യാത്ര ചെയ്തതിനു ശേഷം തഞ്ചാവൂർ പെരിയ കോവിലെത്തി. നമ്മൾ ആദ്യം തന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോട്ടമതിലാണ്. ഇത് മറാത്ത ഭരണകാലത്ത് പണിതതാണ്. കോട്ടമതിലിൻ്റെ ഉള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നടന്നു പോകുമ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത് ഒരു ഗോപുരമാണ്. ഒരു ഗോപുരമല്ല, 2 ഗോപുരങ്ങളുണ്ട്. അതിലൊരു ഗോപുരത്തിൻ്റെ പേരാണ് കേരളാന്തകൻ തിരുവാസൽ. കേരള രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മയെ തോൽപ്പിച്ച ശേഷം രാജരാജ ചോള മഹാരാജാവിന് കിട്ടിയ പേരാണ് കേരളാന്തകൻ. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ 5 നിലയുള്ള ഗോപുരം കേരളാന്തകൻ തിരുവാസൽ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗോപുരത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ പാറക്കല്ലുകൾ, ഈ ഗോപുരം നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന കല്ലുകൾ ഒരു സിമൻറ്റോ മണ്ണോ ചേർക്കാതെ ഒരു പ്രത്യേക രീതിയിൽ ഒരു ജോയിൻറ്റുകളാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും, 1000ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഗോപുരത്തിനൊന്നും ഒരു കംപ്ലൈൻറ്റും അധികം വരാത്തത്. ചെറിയ താമര. ഈ ഒരു ഗോപുരം മുതലാണ് കൊത്തുപണികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഗോപുരത്തിൽ ഒരുപാട് കൊത്തുപണികളുണ്ട്. ഇപ്പോൾ മാറിയ കാലം കൊണ്ട് തന്നെ ഈ ഗോപുരത്തിൽ വയറിങ്ങും മറ്റും കാര്യങ്ങളും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഗോപുരത്തിലൂടെ നമുക്ക് നടന്നു വരുമ്പോൾ കാണുന്നത് വലിയ വലിയ കരിങ്കൽ പീസ് കൊണ്ടാണ് ഈ ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല ഗോപുരത്തിലെ എവിടെയും സിമൻറ്റോ മണ്ണോ മറ്റോ യൂസ് ചെയ്തത് കാണുന്നില്ല. ഓരോരോ കല്ല് അതിൻ്റെ ഷേപ്പിനായി അനുസരിച്ച് ഒരു ലോക്കിംഗ് സിസ്റ്റത്തിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ഗോപുരവും അതേപോലെ തന്നെ ഈ ക്ഷേത്രവും നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമാണ് റൈറ്റ് സൈഡിലുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ചെരുപ്പ്, നമ്മളെ ബാഗ്, ഹെൽമെറ്റ് എല്ലാം ഒന്ന് കൊടുക്കേണ്ടതുണ്ട്. കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. മുന്നോട്ട് നടക്കുമ്പോൾ ഒരുപാട് കച്ചവട സാധനങ്ങൾ, അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും മാത്രമല്ല തഞ്ചാവൂർ ബൊമ്മ, കൂൾ ഡ്രിങ്ക്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവരും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഈ ചെരുപ്പ് കൊടുക്കുന്ന സ്ഥലത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ കൊടുത്തു മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ നല്ല മാറ്റിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഈ മാറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ചൂട് കാലങ്ങളിൽ നമ്മളെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പാറക്കല്ലുകളൊക്കെ വെന്തുരുകും. അപ്പോൾ നമ്മൾ കാലിന് ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ അടിപൊളിയായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഗോപുരത്തിൻ്റെ പേരാണ് രാജരാജ തിരുവാസൽ. ഈ ഗോപുരത്തിൽ നിറയെ ചിത്രപ്പണികളാണ്. ഇതിൽ പ്രധാനമായും പുരാണ കഥാസന്ദർഭങ്ങൾ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നു. ഇതിലെ ഒരു പ്രധാന ശില്പം എന്ന് പറയുന്നത് ഒരു പാമ്പ് ഒരു ആനയെ വിഴുങ്ങുന്ന ഒരു ശില്പമാണ്. ഇത് ഒട്ടനവധി പഠനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ശില്പം കൂടിയാണ്. ഈ ഗോപുരത്തിൻ്റെ ചുറ്റുമുതൽ
കറങ്ങി വീണ്ടും ഈ ഗോപുരത്തിലേക്ക് വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ചോള രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഒറ്റക്കല്ലിൽ തീർത്ത 13 അടി ഉയരമുള്ള ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ വർക്കുകൾ തന്നെ ആരംഭിച്ചത്. പരമശിവനെ ഇവിടെ ലിംഗരൂപത്തിലാണ് ഇവിടെ കാണാൻ പറ്റുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ശിവലിംഗം ഇവിടെയാണുള്ളത്. കവാടം കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോൾ ക്ഷേത്രവും അതുപോലെ തന്നെ നന്ദി മണ്ഡപവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1000-ഓളം വർഷം പഴക്കമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളും ഒന്നും ഇതുവരെ ഒന്നും നശിച്ചിട്ടില്ല. അങ്ങനെ പൂർണ്ണമായിട്ട് നശിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ നശിച്ചുകൊണ്ട് ഇരിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചെറിയ രീതിയിലൊക്കെ ഡാമേജ് പല സ്ഥലത്തും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പൂർണ്ണമായും കരിങ്കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ പെയിൻറ്റിങ്ങും മറ്റൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഇത് വാഷിങ് മാത്രമേ ചെയ്യാറുള്ളൂ. ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ളൊരു മകുടം, അതായത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മകുടം ഏകദേശം 80 ടണ്ണോളം ഭാരം വരുന്നുണ്ട്. 80 ടൺ എന്ന് പറയുമ്പോൾ 80,000 കിലോ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എങ്ങനെ ഇത് ഇവിടെ എത്തി എന്നുള്ളത്, എങ്ങനെ ഈ 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ എങ്ങനെ ഇത് എത്തിച്ചു എന്നുള്ളത്. അതായത് 7 കിലോമീറ്ററോളം 6-7 കിലോമീറ്ററോളം ഒരു പാതയുണ്ടാക്കി ആനയും കുതിരയും ആളുകളും ചേർന്ന് വലിച്ചിട്ടാണ് ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രം പണി കഴിപ്പിക്കാനായിട്ട് ഏകദേശം 1.3 ലക്ഷം ടൺ കരിങ്കല്ലാണ് വേണ്ടി വന്നിട്ടുള്ളത്. ലോകത്തിലെ തന്നെ നിഴലുകളില്ലാത്ത ക്ഷേത്രമെന്നും അറിയപ്പെടുന്നുണ്ട് ഇവിടെ. 17-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ മറാത്ത ഭരണകാലമായിരുന്നു. ആ കാലത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് മാറ്റി ബൃഹദ്വേശ്വര ക്ഷേത്രം എന്നാക്കിയത്. ഇവിടെ ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ തമിഴിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിലൊക്കെ നല്ല ലൈറ്റുകളൊക്കെ ഇട്ട് ക്ഷേത്രം അതിമനോഹരമായിട്ടൊക്കെ നമുക്ക് കാണാനായി പറ്റും. ഈ മുകളിലേക്ക് കയറിപ്പോകുന്ന ടെമ്പിൾ ദക്ഷിണാമൂർത്തി ടെമ്പിളാണ്. എല്ലാ ശിവ ടെമ്പിളിലും ഒരു ദക്ഷിണാമൂർത്തി ടെമ്പിൾ ഉണ്ടാകും. ദക്ഷിണാമൂർത്തി ശിവഭഗവാൻ തന്നെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ പുറത്തുനിന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ വിമാന എന്നാണ് പറയപ്പെടുന്നത്. തഞ്ചാവൂർ ക്ഷേത്രത്തിലെ കീർത്തനാലാപനത്തിനായി 50-ലധികം ഗായകരെ ഏർപ്പാടാക്കിയിരുന്നു. 400-ലധികം നർത്തകിമാരും ഇവിടെ ഉണ്ടായിരുന്നു. 100-ൽ പരം വാദ്യങ്ങളും ഉണ്ടായിരുന്നു. തഞ്ചാവൂരിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവന് രാജരാജേശ്വരൻ എന്നും ഈ ക്ഷേത്രത്തിന് രാജരാജേശ്വര ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. മകുടത്തിന് നേരെ മുകളിലായിട്ട് കലശമുണ്ട്. ഈ കലശത്തിൽ ഇവിടുത്തെ ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വയ്ക്കും. അരി മറ്റ് സാധനങ്ങളൊക്കെ അതിൽ ഇട്ട് വയ്ക്കും. 12 വർഷത്തിലൊരിക്കൽ ഇത് താഴെ ഇറക്കി വീണ്ടും റീഫിൽ ചെയ്യും. ഇത് നമ്മൾ ഇടിമിന്നലും മറ്റും ഒക്കെ തടുക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു ക്ഷേത്ര കിണറാണ്. ഈ കിണറിൻ്റെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വളരെ എന്തൊക്കെയോ ഒച്ചപ്പാടും സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലായത് ആളുകൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അതിൽ കൊണ്ടുപോയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഉറവ് വന്ന് ചാടുന്ന സൗണ്ടാണത്. അപ്പോൾ ഈ ബോട്ടിൽ ഇങ്ങനെ ഇളകുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ്. ബോട്ടിൽസിൻ്റെ മുകളിലേക്ക് വെള്ളം വീഴുമ്പോഴുള്ളൊരു സൗണ്ടാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിനോട് കൂടിയുള്ള നടപ്പാതയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ധാരാളം ശിവലിംഗങ്ങളും പഴയകാല പെയിൻറ്റിങ്ങുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ നടപ്പാത 100ഓളം തൂണുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. അതിൽ ഉൾപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ഇതൊരു മുരുകക്ഷേത്രമാണ്. 16-ാം നൂറ്റാണ്ടിലെ നായിക്സാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിനകത്ത് അഭിഷേകം കഴിഞ്ഞിട്ടുള്ള പാല് അതേപോലെ തന്നെ പനിനീര് എല്ലാം ഈ ഒരു ഭൂതഗണത്തിൻ്റെ മുകളിലൂടെയുള്ള കല്ലിലൂടെയാണ് പുറത്തേക്ക് വരിക. ഈ ഒരു കല്ല് ഒറ്റ പീസ് കല്ലാണ്. അതിൽ വേറെ ജോയിൻറ്റോ കാര്യങ്ങളോ ഇല്ല. ഈ ക്ഷേത്രത്തിന് ചുറ്റും നന്ദി പ്രതിമകളാണ്. ഈ നന്ദി പ്രതിമകൾ ക്ഷേത്രത്തിന് കാവൽ നിൽക്കുകയെന്നാണ് പറയപ്പെടുന്നത്. ജനങ്ങൾ അത്യാവശ്യം കൂടി തുടങ്ങി. ക്ഷേത്രത്തോട് ചേർന്നാണ് നന്ദി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ നന്ദി ശില്പത്തിന്
20 അടി നീളവും 12 അടി ഉയരവുമുണ്ട്. 25 ടണ്ണോളം തൂക്കം വരുന്ന ഈ നന്ദിശില്പം ഒറ്റക്കല്ലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നന്ദിശില്പം ഇത് തന്നെയാണ്. 16-ാം നൂറ്റാണ്ടിലെ നായ്ക്കർ കാലഘട്ടത്തിലാണ് ഈ നന്ദിശില്പം നിർമ്മിച്ചിട്ടുള്ളത്. നന്ദിശില്പത്തിന് മുന്നിലായി ഒരു വലിയ കൊടിമരമുണ്ട്. നന്ദി മണ്ഡപത്തിൻ്റെ വലതുവശത്തായിട്ടാണ് അമ്മൻ കോവിൽ. ഇവിടുത്തെ പ്രതിഷ്ഠ ശിവപത്നിയായ പാർവതി ദേവിയാണ്. ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ളൊരു ഷോപ്പാണിത്. അവിടെ പുളിയോഗര ഉണ്ട്. ഇതെന്താ അപ്പൊ നമ്മൾ ഈ കടയിൽ നിന്ന് ഈ ഒരു സാധനം വാങ്ങി. വൈറ്റ് കളറിലുള്ള ആണ്. പിന്നെ ലഡു, പിന്നെ പുളിയോര പുളിയോഗ്ര റൈസാണ്. പുളിയോഗ്ര റൈസ് കൊള്ളാം. അപ്പൊ നമ്മൾ പുളിയോഗ്ര ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. ഇത് റൈസാണ്. പുളിയില്ലേ? സാമ്പാർ കുഴച്ച പോലെ ഉണ്ട്. നമ്മളവിടുത്തെ സാമ്പാർ മിക്സ് ചെയ്ത പോലെ. കുറച്ച് പുളിയുണ്ട്. സെയിം ആ ടേസ്റ്റ്. കുറച്ച് നേരം വഴിക്കൊണ്ട് ചായ കുടിക്കാൻ പറ്റില്ല. വരുന്ന വഴിക്ക് കുറച്ച് നൊങ്ക് കണ്ടോണ്ടല്ലേ, നൊങ്ക് മേടിച്ചു. അപ്പൊ ഇനിയിപ്പോ ചായ കുടിക്കുന്നില്ല, അതിപ്പോ കഴിക്കാൻ പോവാ. നമ്മുടെ തഞ്ചാവൂരിലെ ഫേമസ് ആയിട്ടുള്ളൊരു ബൊമ്മയാണത്. ഇതാണ് സരസ്വതി മഹാൽ ലൈബ്രറി. ഇതാണ് ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറി, ഓൾഡസ്റ്റ് ലൈബ്രറി. ഇത് നിർമ്മിച്ചിട്ടുള്ളത് 16-ാം നൂറ്റാണ്ടിലാണ്. ഇവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത്രയും ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല തഞ്ചാവൂരിനെ കുറിച്ചുള്ള ഓഡിയോ വിഷ്വൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു തിയേറ്റർ പോലത്തെ സെറ്റപ്പിൽ ഒക്കെ കാണിച്ചു തരും. ഇതിനൊക്കെ ആയിട്ടുള്ള ചാർജ് 50 രൂപയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വിഷ്വൽസൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ തഞ്ചാവൂർ പാലസിലേക്ക് എത്തി. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ വരുന്ന വഴി ഇതിലേക്ക് ഒരു എൻട്രൻസ് പോയിൻ്റൊക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇവിടെ ഒരു സംഭവം ഇല്ല എന്നുള്ളത്. ആ ഒരു വൃത്തിയിലാണ് ഇവിടുത്തെ നമ്മൾ വരുന്നുള്ള വഴിയും കാര്യങ്ങളൊക്കെ കാണുക. ഇനി നമുക്ക് അടുത്തത് പോകേണ്ടത് മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയത്തിൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന പഴയ കാലത്തെ രാജാക്കന്മാരുടെ ജീവിത രീതികളും അവരുപയോഗിച്ചിരുന്ന പല പല വസ്തുക്കളും അതൊക്കെ നമുക്ക് കണ്ടുപഠിക്കാവുന്ന അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.